പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ വിശ്വാസത്തിലുള്ള 2 ആൽത്തറകളും മുണ്ടിക്കാവും അടങ്ങുന്നതാണ് ഇവിടത്തെ ക്ഷേത്രസങ്കല്പം. ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നുവെന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു. ഇതിൽ മഹാവിഷ്ണുവിനെയും പരമശിവനെയും 2 ആൽത്തറകളിൽ ഓച്ചിറ പരബ്രഹ്മത്തിന്റെ പ്രതീകമായി ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്വർത്ഥമാക്കുന്നത്. ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരുന്നുണ്ട്. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓംകാരമൂർത്തിയെ തൊഴുത് പുണ്യം നേടാൻ ഓച്ചിറയിലേക്കുള്ള ഭക്തജന പ്രവാഹം ഇന്നും അനസ്യൂതം തുടരുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ഹിതായാം പദേ നമഃ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മനുഷ്യ മനസ്സുകളുടെ ഇരുളടഞ്ഞ വഴിത്താരകളിൽ ധർമ്മകിരണങ്ങളാൽ പ്രശോഭ പരത്തുന്ന മഹത് ഗ്രന്ഥമാണ് രാമായണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും രാമായണം എന്ന മഹാകാവ്യത്തിൻ്റെയും സാരാംശങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ ജനസാധാരണങ്ങളിലേക്കും പുതുതലമുറയിലേക്കും പകർന്നു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദി പിബരേ രാമരസം എന്ന ഈ പരമ്പര ആരംഭിച്ചിട്ടുള്ളത്. പിബരേ രാമരസത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. രാമായണ മാസത്തിൻ്റെ സവിശേഷതയാണ് പുണ്യമാസമായ ഈ കർക്കിടകത്തിൽ രാമായണം പാരായണം ചെയ്യുക, രാമായണ കഥാശ്രവണം, രാമായണ കഥാപാത്ര പരിചയം, രാമായണത്തിൽ നിന്നും മനുഷ്യ നന്മയ്ക്ക് കിട്ടാവുന്ന ഒരു അനവധി കാര്യങ്ങൾ നേടിയെടുക്കുക. അതാണ് കേവലം ഭക്തിക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രാമായണത്തെ പഠിക്കുക. അതാണ് ഈ മാസത്തിൻ്റെ ലക്ഷ്യം. ഈ തരത്തിലുള്ള പരമ്പരകളിലേക്ക് ഉദാത്തമായ ലക്ഷ്യവും അതുതന്നെയാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഊർമിള എന്ന ഒരു കഥാപാത്രത്തെയാണ് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. മലയാളികൾക്കോ രാമായണത്തെ അറിയാവുന്നവർക്കോ ആർക്കും ഊർമിള അന്യയല്ല. ഊർമിള എന്ന നാമം പരിചിതമാണ്. അതിലൊതുങ്ങുന്നു എന്ന് മാത്രമേ ഈ വിഷയം ഒരു മുഖ്യ വിഷയമായി എടുത്ത് ഇവിടെ പ്രതിപാദിക്കേണ്ടി വന്ന സാഹചര്യം. അധ്യാത്മരാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമനും സീതയും ഹനുമാനും ദശരഥനും രാവണനും മണ്ഡോദരിയും താരയും ബാലിയും സുഗ്രീവനും അഹല്യയൊക്കെ അവരവരുടെ വ്യക്തിത്വം കൊണ്ട് പ്രത്യേകത അർഹിക്കുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ വൈശിഷ്ട്യങ്ങളുണ്ട്, ഓരോ വിശേഷണങ്ങളുണ്ട്.
ഓരോ വ്യക്തികളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും ഓരോ തരത്തിലുള്ള ദുഃഖത്തിൽ അകപ്പെട്ടിട്ടുള്ളവരാണ്. അതാണ് എൻ്റെ പ്രത്യേകത. സാധാരണ മനുഷ്യർ ജന്മമെടുത്ത് മരണമടയുന്നവരുടെ ദുഃഖങ്ങൾ 3 തരത്തിലാണെന്നാണ് പറയണത്. ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. ആധ്യാത്മിക ദുഃഖത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ നമുക്ക് പല പുരാണങ്ങളിൽ നിന്നും കേട്ടു. ഭക്തിയുള്ളവർ, കുറച്ച് ഭക്തിയുള്ളവർ, ധാരാളം ഭക്തിയുള്ളവരൊക്കെ ഒരിത്. അപ്പോൾ ആധ്യാത്മികമായി ഭക്തി ഇല്ലായ്മയുടെയോ ഭക്തിയുടെ അതിപ്രസരം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഒരു പരിധിവരെ വേദേതിഹാസങ്ങളും മന്ത്രങ്ങളും ഒക്കെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അത് ആർജിച്ച് അത് പ്രയോഗിച്ച് അവനവൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. പിന്നെയുള്ളത് അതിഭൗതിക ദുഃഖമാണ്. നാം ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാതിരിക്കുക. ഭഗവത്ഗീതയിൽ അതാണല്ലോ പറയണേ, എവിടെ ആഗ്രഹമുണ്ടോ അവിടെ ദുഃഖം വരും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അത് കോപമായിട്ട് മാറും. ആ കോപത്തിനനുസരിച്ചിട്ട് കർമ്മങ്ങൾ, ചിന്തകളൊക്കെ വഴിമാറും. അപ്പോൾ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ആദിഭൗതിക ദുഃഖങ്ങളൊക്കെ ഒരു പരിധിവരെ ആത്മനിയന്ത്രണം കൊണ്ട് നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും. പിന്നെയുള്ള ദുഃഖങ്ങൾ അത് രാമായണത്തിലെ കഥാപാത്രങ്ങൾക്കൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാനും സാധിക്കുന്നർത്ഥം സൂക്ഷിച്ചു നോക്കിയാൽ. പിന്നെയുള്ളത് ആദിദൈവിക ദുഃഖമാണ്. ആദിദൈവിക ദുഃഖം പ്രപഞ്ചത്തിലുണ്ടാവുന്ന ശക്തികളുടെ വൈഷമ്യങ്ങൾ, അതായത് കൊടുങ്കാറ്റായാലും പേമാരിയായാലും ഇടിമിന്നലായാലും ഒക്കെ, മണ്ണിടിച്ചിൽ, അങ്ങനെ കേട്ടിട്ടുണ്ടാവും അനവധി. പ്രകൃതിയിൽ തന്നെ എന്തിനേറെ ഒരു ചെറിയ ഒരു അണുവിന് ലോകത്തെ മുഴുവനും കിടുകിട ഉറപ്പിക്കാൻ സാധിച്ചില്ലേ 2018 കോവിഡ് പോലെയുള്ളതൊക്കെ ഉള്ള അണുക്കൾ. ഇതൊക്കെ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് വന്നുകൂടുന്ന ദുഃഖമാണ്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് അതിനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും എന്നല്ലാതെ അതിൻ്റെ സ്രോതസ്സിനെ ഇല്ലാതാക്കാനോ അത് കണ്ടെത്താനോ പലപ്പോഴും സാധിച്ചിട്ടില്ല. അവിടെയാണ് ആ ആദിദൈവിക ദുഃഖങ്ങളൊക്കെ ഈശ്വര സൃഷ്ടിയാണ് എന്ന് പറയുന്നത്. ആ ഈശ്വര സൃഷ്ടിയിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ ഊർജ സ്രോതസ്സുകളും ഒക്കെ ഈശ്വര അധിഷ്ഠിതമാണ്, ഈശ്വര ഇച്ഛയാണ് എന്നൊക്കെ പറയാനുള്ള കാരണം. ഇനി കഥാപാത്രങ്ങളെ നോക്കൂ. ശ്രീരാമൻ, സീത, ഹനുമാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, അവർക്കൊക്കെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൊടുത്തിട്ടുള്ളത് പരിവേഷം ഒരു ദൈവിക പരിവേഷമാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരം, മഹാലക്ഷ്മിയുടെ അവതാരം, സാക്ഷാൽ മരുത്സൂന്യമായിട്ടുള്ള ഹനുമാൻ, ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാൻ, ആ രാമൻ, ആ ഹനുമാൻ്റെ രാമഭക്തി, രാമസഹോദരന്മാരായിട്ടുള്ള ഭാരത ലക്ഷ്മണ ശത്രുഘ്നന്മാരൊക്കെ ഓരോരോ അവതാരങ്ങളാണ്. എന്തിനേറെ ആ വിഷ്ണുവിൻ്റെ ചുറ്റുമുള്ള ആളുകളാണ് ഈ ത്രേതായുഗത്തിൽ രാമൻ അവതരിച്ചോടൊപ്പം അവതരിച്ച് എന്ന് വരെ പറഞ്ഞു നിർത്തുകയാണ്. അവിടെയൊക്കെ ദൈവിക പരിവേഷമാണ്. കാരണം ഈ രാമായണം ആധ്യാത്മിക രാമായണമാണ്. അധ്യാത്മ രാമായണത്തിൻ്റെ ലക്ഷ്യം തന്നെ ഭക്തി വളർത്തലാണ്, നമ്മളുടെ ഉള്ളിലൊക്കെ ഭക്തി ഉണ്ടാക്കലാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഓരോ കഥാപാത്രങ്ങളുടെയും കേമത്തങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞ് സാധാരണ പാമരന്മാരായ മനുഷ്യർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാനുള്ള രീതിയിലല്ല രാമായണത്തെ വരച്ചു കാട്ടിയിട്ടുള്ളത്. അങ്ങനെ രാമായണം ഇങ്ങനെ വായിച്ച് വരുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പഞ്ചകന്യാ രത്നങ്ങൾ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഹല്യ, ദ്രൗപദി, സീത, താരാമണ്ഡോദരി തഥാ സ്മരേദിത്യം മഹാപാതകനാശനം. ഈ പഞ്ചകന്യകമാരെ സ്മരിക്കുന്നത് പോലും പാതകനാശമാണ്, പാപം നശിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞാൽ വെറുതെ കൂടെ ഓർക്കുകയല്ല. ഓർക്കണമെങ്കിൽ അവരെക്കുറിച്ച് അറിയണമെങ്കിൽ വളരെ വിശദമായി പഠിക്കണം. ആ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും ഒക്കെ പഠിക്കണം. പഠിച്ച് വരുമ്പോഴാണ് അത് എന്നും ഓർക്കുമ്പോഴാണ് അവരെ പോലെ ആവാനോ അവരുടെ നന്മകളെ മുഴുവനും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക. ഇതാണ് ഈ സ്മരേത് നിത്യം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സ്ത്രീ ആയാലും മകളായിട്ട് ജനിക്കുന്നു, സഹോദരിയായിട്ട് വളരുന്നു, ഭാര്യയായിട്ട് ജീവിക്കുന്നു,
അമ്മയായിട്ട് അങ്ങനെ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ ആയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. അതാണ് ഒരു സ്ത്രീയുടെ ജീവിതചക്രത്തിൻ്റെ ഒരു രീതി. ആ സ്ത്രീക്ക് ഓരോരുത്തർക്കും അവരുടേതായ പാത്രധർമ്മമുണ്ട് നിർവഹിക്കാൻ. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ പാത്രധർമ്മങ്ങൾ ഈ ജീവിതം കഴിച്ചു കൂട്ടുന്നതിൻ്റെ ഇടയിൽ. അതിൽ അഹല്യ എടുക്കാം. തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട്, അത് വളരെ സാത്വികമായിട്ടുള്ളൊരു സ്ത്രീ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് കുറേ കാലം ശരിയായിട്ട് താമസിക്കേണ്ടി വരികയും അവസാനം ശ്രീരാമപാദ സ്പർശം കൊണ്ട് മോക്ഷപ്രാപ്തി നേടുകയും ചെയ്യുന്നൊരവസ്ഥ. ഇവിടെ അഹല്യയുടെ നിരപരാധിയായ അഹല്യയുടെ പ്രാരബ്ധം കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആധ്യാത്മിക ദുഃഖം എന്നൊരു ഭാവത്തിൽ ശാപം ലഭിക്കുന്നു. ശ്രീരാമൻ എന്ന ആ വിഷ്ണു അവതാരത്തിൻ്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം കിട്ടുന്നു. എല്ലാം ആ ആധ്യാത്മികമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ആ അഹല്യയുടെ ദുഃഖങ്ങളൊക്കെ. ആ ശരിയായി തപസ് ചെയ്തതിൻ്റെ തപസ്സിൻ്റെ അഗാധമാണോ, തിരിച്ചറിഞ്ഞ രാമൻ്റെ പാദസ്പർശമാണോ അഹല്യയെ മോക്ഷത്തിന് കാരണമാക്കിയത് എന്ന് നമുക്ക് ഊഹിക്കാം. അഹല്യയുടെ കഥ അതാണ്. ഇത് ദ്രൗപദി എടുത്താൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച സ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദ്രൗപദിയെക്കുറിച്ച്. ദ്രൗപദി ക്ഷത്രിയ സ്ത്രീയാണ്. ദ്രൗപദിയുടെ ചിന്തകൾ, ദ്രൗപദിയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഭാരതത്തിലെ നിർണായകമായ നിമിഷങ്ങളാക്കി മാറ്റി നിർണായകമായ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളാക്കിയിട്ടാണ് ദ്രൗപദിയുടെ കഥ പറയുന്നത്. ദ്രൗപദിയുടെ ചിരിയും ദ്രൗപദിയുടെ ശപഥവും ദ്രൗപദിയുടെ ദൃഢനിശ്ചയവും ഒക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെ സീത ജന്മം കൊണ്ട് ഭൂമിയുടെ മകളായിട്ടാണ് പറഞ്ഞത്. സീത യാഗശാലയ്ക്ക് മണ്ണ് കയറിയപ്പോൾ കിട്ടിയതാണല്ലോ. അപ്പോൾ ഭൂമിയുടെ മകളായിട്ട് പറയുന്നു. മിഥിലാപുരിയിലെ പുത്രിയായതുകൊണ്ട് മൈഥിലി എന്ന് പറഞ്ഞു വിളിക്കുന്നു. ശ്രീരാമൻ്റെ സന്നിധിയിൽ വന്ന അന്ന് തൊട്ട് അവർക്ക് കാനനയാത്രയും അങ്ങനെയുള്ള ദുഃഖങ്ങളും അവസാനം ശ്രീരാമനെ ഉപേക്ഷിക്കലും അശ്വമേധയാഗവും ലവകുശന്മാരുടെ വളർച്ചയും ഒക്കെ കാണാം. ഈ ഓരോ രംഗത്തും നിത്യ ദുഃഖം എന്ന് പറയാൻ പറ്റില്ല. സീതയുടെ ഉത്തരരാമായണത്തിലെ സീതയുടെ ചില ആജ്ഞാശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡോദരി അതുപോലെ ഉത്തമയായൊരു കുടുംബിനിയായിട്ടാണ് മണ്ഡോദരിയെ രാമായണം വരച്ചു കാണിക്കുന്നത്. താരയെടുത്താലോ ബലവാനായ ഭാര്യയുടെ ഭാര്യയാണ്. പക്ഷേ ആ ബാലിക്കും തൻ്റേതായ കുറ്റം കൊണ്ടല്ലാതെ ദുഃഖം വരേണ്ടി വന്നു, ഭർത്തൃനാശം വേണ്ടി വന്നു. സ്ത്രീയെ അപഹരിച്ച തൻ്റെ ഭർത്താവ് ശിക്ഷ അർഹിക്കുന്നതെന്ന് സമാധാനിക്കുകയാണ്. സ്ത്രീയെ അപഹരിച്ച രാവണനെയാണല്ലോ രാമൻ കൊല്ലാൻ ശ്രമിക്കുന്നത്. അതുപോലെ സുഗ്രീവൻ്റെ പത്നിയെ അപഹരിച്ച ബാലിക്ക് ശ്രീരാമൻ തന്നെ വധശിക്ഷ കൊടുക്കുകയാണ്. അത് ഒളിയമ്പ് ചെയ്ത്, ആരും പരിഹസിക്കേണ്ട, ഒളിയമ്പ് ചെയ്തതെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടുമെന്നുള്ളൊരു വരവുള്ളതുകൊണ്ട് ശ്രീരാമൻ്റെ ബലത്തിൻ്റെ പകുതി നഷ്ടപ്പെടാതിരിക്കാൻ ആയിരിക്കാം ഒരുപക്ഷെ ശ്രീരാമനെ ഒളിഞ്ഞു നിർത്തി അമ്പയിപ്പിക്കാനുള്ള കാരണം. കഥാകൃത്തുക്കൾ അഥവാ ആത്മീകി, അല്ലെങ്കിൽ ഇവിടെ രാമായണത്തിലെ അല്ലെങ്കിൽ അധ്യാത്മ രാമായണം എഴുതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വൈശിഷ്ട്യങ്ങളുണ്ട്. ഇത് പഞ്ചരത്നങ്ങളിൽ പെടില്ലെങ്കിലും രാമായണത്തിലധികം പരാമർശിക്കാത്ത ഒരു പേരാണ് ഊർമിള. മറ്റേ വാക്കിൽ പറഞ്ഞാൽ ഊർമിള മൈഥിലിയാണ്. മിഥിലാപുരത്തിലെ ജനക മഹാരാജാവിൻ്റെ ഏറ്റവും മൂത്ത പുത്രി. മൈഥിലി എന്ന പേരിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. പക്ഷേ ഒരു ദിക്കിലും മൈഥിലി എപ്പോഴും സീതയല്ലാതെ മറ്റൊരു കഥാപാത്രത്തെ, ശ്രുതകീർത്തിയും മാണ്ഡവിയൊക്കെ ജനക മഹാരാജാവിൻ്റെ മക്കളാണല്ലോ, അവരെയൊന്നും ഒരിക്കലും മൈഥിലി എന്ന് വിളിക്കപ്പെട്ടിട്ടില്ല. മൈഥിലി എപ്പോഴും സീതയായിട്ടാണ്. അത് രാമായണത്തിൻ്റെ കഥാപാത്രം എന്ന നിലയിൽ, മുഖ്യ കഥാപാത്രം എന്ന നിലയിൽ ഒരുപക്ഷെ അതിന് ദൈവിക പരിവേഷം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടതാവാം, എഴുത്തച്ഛനായാലും വാൽമീകി ആയാലും ഒക്കെ. എന്തായാലും ത്യാഗസമ്പന്നയാണ് ഊർമിള, ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം. എന്താണ്, ആ വിവാഹം കഴിഞ്ഞ് അധികം കാലം ആവാതെ തന്നെ ലക്ഷ്മണൻ ആ കാട്ടിലേക്ക് പോവുകയാണ് ശ്രീരാമൻ്റെ ഒപ്പം. ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ശ്രീരാമനോട് പോകാൻ പറഞ്ഞിട്ടില്ല രാമായണം, അല്ലെങ്കിൽ ദശരഥ മഹാരാജാവും കൈകേയിയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വയം തൻ്റെ സഹോദരൻ്റെ പരിചരണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ലക്ഷ്മണൻ്റെ അവഗണന, നീ വരണ്ട,
നീ നടന്ന് ഞാൻ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ ഭംഗം നേരിടും, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുന്ന, അത് പറഞ്ഞു കേൾക്കുന്ന ഊർമിള അടിമയല്ലെങ്കിലും, അതാണ് എൻ്റെ പ്രത്യേകത, അടിമത്വം അല്പം പോലും ഉള്ളിലുണ്ടായിരുന്നില്ല. പക്ഷേ രാജ ആജ്ഞ അനുസരിക്കുക, ഭർത്താവിൻ്റെ ഇച്ഛ സാധിച്ചു കൊടുക്കുക എന്നുള്ള പതിവ്രതാരത്നമായ ഊർമിളയുടെ ആ മനസ്സ് അതവിടെ അനുവദിച്ചു, മിണ്ടാതെ പോയി എന്നാണ്. അങ്ങനെ ആണ് ലക്ഷ്മണൻ്റെ വനയാത്രയായിട്ട് ഊർമിളയുടെ ഒരു ഭാഗത്തെ ഇനി ഊർമിള അഥവാ പുറപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക, കാട്ടിലേക്ക് രാമായണത്തിൻ്റെ കഥ തിരിയും. രാമായണത്തിൻ്റെ കഥ ഒട്ടാകെ തിരിയും ഊർമിള കാട്ടിൽ പോയിരുന്നെങ്കിൽ. അവർ രണ്ട് പർണശാലകളിലായിരിക്കും താമസിക്കുക. അപ്പോൾ സീതയുടെ പരിരക്ഷ അവിടെ തടയപ്പെടും, സീതാപഹരണം നടക്കില്ല, അല്ലെങ്കിൽ വേറെ അങ്ങനെ കഥ എങ്ങനെയൊക്കെ മാറാം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഊർമിളയുടെ പോവാതിരിക്കൽ രാമായണത്തിന് ഈ രീതിയിൽ അവസാനിപ്പിക്കുകയും ഊർമിള അവിടെ നിശബ്ദയായ ഒരു പതിവ്രതയായി അന്തഃപുരത്തിൽ മാത്രം ഒഴിഞ്ഞു വേണ്ടി വന്നു. 3 അമ്മമാരെ ശുശ്രൂഷിച്ച് 14 കൊല്ലക്കാലം ആ അമ്മമാരെ ശുശ്രൂഷിക്കലിന് ഞാൻ ധാരാളം അന്തഃപുര സ്ത്രീകളുടെ കൂട്ടത്തിൽ നിശബ്ദയായ ഒരു രാജകന്യക, രാജപുത്രി വെറും ശുശ്രൂഷയായി ഇങ്ങനെ അവിടെ കഴിഞ്ഞു കൊടുന്നു. അപ്പോൾ യൗവനത്തിൽ തന്നെ ഭർത്തൃൻ്റെ സാമീപ്യം നഷ്ടപ്പെടുന്നു, സർവോപരി വൃദ്ധരായ അമ്മമാരെ പരിചരിച്ച് ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ഉത്തമയായൊരു കുടുംബിനിയുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഭർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു പതിവ്രതയായ സ്ത്രീയുടെ ഉത്തരവാദിത്വം ഊർമിള വളരെ ഭംഗിയായിട്ട് അവിടെ നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അന്തഃപുരത്തിൽ യാതൊരു പരിഗണനയും. ആരാണ് പറയണത്? മിഥിലാപുരിയിലെ ജനകമഹാരാജൻ്റെ മൂത്ത മകള് മൈഥിലിയാണ് ഇവിടെ ഈ മാതൃപരിചരണത്തിനായി ജീവിതത്തിന് നല്ലൊരു ഭാഗം മാറ്റിവെക്കുന്നത് എന്നർത്ഥം. അതിന് എൻ്റെ കൂടെ വന്നാൽ കൃത്യനിർവഹണത്തിന് ഭംഗം നേരിടും എന്നുള്ള ആ ഒരു കാരണം ലക്ഷ്മണൻ മുതലെടുക്കുകയും ആജ്ഞ അടിമയെ പോലെ അല്ലെങ്കിലും എളിമയോടുകൂടി ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ആ ഊർമിള അഭിമാനപൂർവ്വം ദശരഥ മഹാരാജാവിൻ്റെ രാജധാനിക്ക് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ രാജധാനിക്കും രാജ്യത്തിനും യാതൊരു ദോഷവും അല്ലെങ്കിൽ യാതൊരു പേരുദോഷവും ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഭർത്താവിൻ്റെ ആജ്ഞയും ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഇച്ഛയും ആ രാജധാനിയുടെ ധർമ്മവും നിലനിർത്താൻ ഊർമിള ശ്രമിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല ഇവരൊക്കെ യാത്ര പറയുമ്പോൾ മംഗളം ചൊല്ലുകയാണ് ചെയ്യുന്നത്. യാത്രാമംഗളം ചൊല്ലുന്ന ദുഃഖം കടിച്ച് അമർത്തിക്കൊണ്ടാണ്. ദുഃഖിപ്പതില്ലി നേരം ഇനി നേരം എനിക്ക് ദുഃഖിപ്പതിനി നേരം എനിക്ക് മംഗളം നേർന്നിടുവാൻ കാമിച്ചിടുന്നു ഞാനും. എൻ്റെ മോഹ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നിങ്ങളുടെ യാത്ര ശുഭമാവട്ടെ, നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവട്ടെ എന്ന് പറഞ്ഞ് യാത്ര അയക്കണമെങ്കിൽ ഒരു സ്ത്രീ എത്രയോ പക്വമതിയായിരിക്കണം. അങ്ങനെ മിഥിലാപുരിയുടെ യഥാർത്ഥ അവകാശിയായിട്ടും സീതയെയാണ് കവികൾ മൈഥിലി എന്ന് വിളിക്കുന്നിട്ടും ആത്മശക്തി ഊർജമാക്കിക്കൊണ്ട് സ്വയം ഒരു ഉത്തമ രാജപുത്രിയായിട്ട് രാജകുമാരിയായിട്ട് അന്തഃപുരത്തിൽ ജീവിച്ച ആ ഊർമിളയെ സാധാരണ സ്ത്രീകൾക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കും ത്യാഗസമ്പന്നയാണ് എന്നാണ്. അപ്പോൾ ത്യാഗം എന്ന ഒരു വാക്കിന് മൂർത്തിമത് ഭാവം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അപ്പോൾ ഭാരത സ്ത്രീകളുടെ പരമ്പരയിൽ ഒരു കന്യകയായിട്ട് ഭാരത സ്ത്രീകളുടെ പരമ്പരയിൽ ഒരു വേദനയായി ഊർമിള എന്ന കഥാപാത്രം ഇന്നും നിലകൊള്ളുന്നു. അപ്പോൾ പറയാതെ ഒരു വാക്കിൽ മാത്രം ഒരു പദത്തിൽ മാത്രം അല്ലെങ്കിൽ 2 വരി പദ്യത്തിൽ മാത്രം ഊർമിളയെ ഒതുക്കിയ ആ എഴുത്തച്ഛൻ്റെ ലക്ഷ്യം തിരസ്കരിക്കലായിരുന്നില്ല, മറിച്ച് രാമായണത്തെ ആത്മീയ പരിവേഷം കൊടുത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഇകഴ്ത്താതെ ഒളിച്ചു വെപ്പിക്കുക. അതാണ് കാരണം. എല്ലാവർക്കും അത് വായിക്കാനും അതിനെ മനസ്സിലാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ ഊർമിളയെ എടുത്ത് ഇവിടെ സൂചിപ്പിക്കുന്നു. എൻ്റെ ഉദ്യമം പൂർത്തിയാക്കി ഞാൻ വിരമിക്കട്ടെ. നമസ്തേ.
രാമരസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അയോധ്യാകാന്ഡം ദശരഥന്റെ ചർമ്മഗതി. മന്ത്രിവരേണം സുമന്ത്രരോമേറിയോരന്ത് ശുചാ ചെന്നയോധ്യ പൂക്കീടിനാം വസ്ത്രേണ വക്രവോ മാഛന്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചുമ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമദേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്ര ജാതോത്ത സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദീപാപിയാമെന്നോടു ചൊല്ലുവാനെന്തൊന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരി ജലോചന ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തീരിലേറ്റിക്കൊണ്ടുപോയേന്തവാജ്ഞയാം. ശൃംഗിവേരാഘ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴോതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി വരൂമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമായ അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ. ആളാന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാട്ടു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നെ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ ഇഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിൻ. ഈ പാപിയെന്തോ പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം അരുത്തീതനീയേ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായു നീ.
ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായുവല്ലഭേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചിതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരെ സാക്ഷാത് തപസ്സികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവേശനായി വാഹിനി തീരെ വനാന്തരെ മാനസ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്ത സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നേർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ ബോടുമുക്കും ഇതോ കുംഭത്തിൻ നീരകം പൂക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പി കയ്യിലംഭോ ഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനാൻ സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനെ ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കേട്ടിതോ മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹതോഹം വിധേ വൃഥാ പാർത്തിരിക്കുന്നിതോ മാതാപിതാക്കന്മാർ ആർത്തി കൈകൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നതലോടും ദദാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗേയ വിവേശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനീ വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലു നിന്നെയും ഭസ്മമാക്കിയിടൂ മറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലേശവും കൈകൊണ്ടു ഇരിക്കുന്നിവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വെറോപ്പെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനോ മിന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തോ വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബല ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപാദ വിന്യാസധ്വനി കേൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമാനന്ദന വേഗേന തന്നെ തരീക നീ സാദരം യുദ്ധമാകന്നെ ഞാൻ ദമ്പതിമാർപ്പതും ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു യാത്രോപനാന്തേ മൃഗയാ വിവേശനായി ശാതൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീ തീരെ മൃഗാശയാ കുംഭത്തിൻ നീരകം പൂക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാ അമ്പയച്ചേനറിയാതെ അതുംബലാപുത്രനു കണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതിദൂതവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലാതെ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കും പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനെ ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയനവലംബനം
ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകന്യ കരഞ്ഞു കരഞ്ഞവൻ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രന് വീടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മിയെടുത്തതി ദീനതയോടെ മകനുടൻ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവർ എന്നോട് ചൊല്ലിനാൻ, നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം. പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമാ ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാം. വൃദ്ധതബോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജദശരഥൻ പൂക്കൂ സുരാലയം. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ ഭാവിട്ടു കരഞ്ഞു തുടങ്ങിനാം. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമം മന്ദപുരമകം പൂക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാകൂധര ബാലകൻ തന്നുടൽ കേടു വന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജമകമ്പു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചീടിന. സത്വരം കേകയ രാജമകമ്പു നദ്വായുധാജിത്തിനോട് ചൊല്ലിയിടിനം. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം ധരാധിപൻ ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാം. കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരി പോകു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ഭാതവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനം മകം പൂക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയി കണ്ടു കുമാരന്മ ഭക്ത്യാ നമസ്കരിച്ചിടിനാനന്ദികി. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ധായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കെ മുഖനാശു ചോദിച്ചിതു. ഭദ്രമല്ലി തൻ കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലി പറകനി. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ. താതന് വീടെ വസിക്കുന്നു മാതാവിനോടോ പിരിഞ്ഞു രഹസ്യ ഞാൻ. താതനെ പണ്ടു കണ്ടില്ലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നത് എന്തുപ്പുകയിലുണ്ടോ. താപവും ഭീതിയും മൽപിതാവെങ്ങു പറകുന്നതു കേട്ടു തൻ പ്രിയമാശു കൈകേയും ചൊല്ലിനാൻ. എൻ മകൻ എന്തു ദുഃഖിപ്പാനവകാശം. നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷൻ മാർഗതി ലഭിച്ചിടിനാൽ. തൊൽപിതാവെന്നു കേട്ടൊരു ഭരതനും ക്ഷുണീതലെ ദുഃഖ വിഹ്വല ചിത്തന വീണു വിലാപം തുടങ്ങിനാനെത്രയും. പിബരേ രാമരസം. ഹനുമാൻ അഥവാ ആഞ്ജനേയൻ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. രാമായണത്തിൽ ഹനുമാന്റെ ലങ്കാദഹനം
വളരെ പ്രസിദ്ധമാണ്. രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രം കൊണ്ട് ബോധരഹിതനായ ലക്ഷ്മണനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹം ദ്രോണഗിരി പർവ്വതത്തിൽ പോയി മൃതസഞ്ജീവിനി കൊണ്ടുവന്നിട്ടാണ് ലക്ഷ്മണനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനായാണ് ഹനുമാൻ ജനിക്കുന്നത്. അതീവ ബലവാനായിരുന്നു. ഒരിക്കൽ മുട്ടുകുത്തുന്ന പ്രായത്തിൽ ഉദിക്കുന്ന സൂര്യഭഗവാനെ കണ്ട് അതൊരു പഴമാണ് എന്ന് കരുതി ഹനുമാൻ ചാടി പറന്നടുത്തു. എവിടേക്ക്? സൂര്യഭഗവാന്റെ അടുത്തേക്ക്. ഹിന്ദു വിശ്വാസപ്രകാരം ഹനുമാൻ സപ്തചിരഞ്ജീവികളിൽ ഒന്നാണ്. മരണമില്ലാത്തവൻ, അചഞ്ചലവും അഗാധവുമായ ഭക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ. ശ്രീരാമനോട് ഹനുമാന്റെ ഭക്തിയെക്കുറിച്ചൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ നിറഞ്ഞ സദസ്സിൽ ശ്രീരാമൻ തൻ്റെ അരുമഭക്തനായ ഹനുമാന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന അമൂല്യമായ ഒരു മുത്തുമാല സമ്മാനമായി നൽകി. ഹനുമാൻ അത് 2 കൈകൊണ്ട് സ്വീകരിച്ച് കണ്ണിൽ സ്പർശിച്ച് തൊഴുതങ്ങനെ നിന്നു. അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? ആ മാലയിൽ നിന്ന് ഓരോ മുത്തും പറിച്ചെടുത്ത് കടിച്ച് അതിൽ നോക്കി വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് സദസ്സിലുള്ള എല്ലാവരും അന്താളിച്ച് നിന്നുപോയി. ഇതെന്തായി കാണിക്കുന്നത്? അപ്പോഴാണ് അവിടേക്ക് ശ്രീരാമ സഹോദരനായ ലക്ഷ്മണൻ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം ഇത് കണ്ട് ദേഷ്യത്തോടെ ഹനുമാനോട് ചോദിച്ചു, ഹേ മൂഢ, നീ നിന്റെ വാനര സ്വഭാവം കാണിച്ചൂല്ലേ? എന്തായി കാണിക്കുന്നത്? എൻ്റെ ജ്യേഷ്ഠൻ സ്നേഹത്തോടെ നിനക്ക് സമ്മാനിച്ച ഈ മുത്തുമാല വലിച്ചു പൊട്ടിച്ച് കളയേ. നീ എൻ്റെ ശ്രീരാമസ്വാമി അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് കേട്ട് ഹനുമാൻ താഴ്മയോടെ തൊഴുതിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ശ്രീരാമസ്വാമി അപമാനിക്കേ അല്ലേ അല്ല. പിന്നെ നീ എന്തായി കാണിക്കുന്നത്? ഞാൻ എനിക്ക് തന്ന ഈ മുത്തുമാലയിലെ മുത്തിൽ എൻ്റെ ശ്രീരാമസ്വാമിയെ സീതാമാതാവിനെ കാണുന്നുണ്ടോയെന്ന് നോക്കുകയായിരുന്നു. ഒരു വസ്തുവിൽ ശ്രീരാമനും സീതയും കാണേ, എന്താ നീ പറയുന്നത്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, എൻ്റെ ശ്രീരാമനും സീതാമാതാവും ഇല്ലാത്തൊരു വസ്തു എനിക്ക് ആവശ്യമില്ല, എനിക്കത് പ്രയോജനമില്ല. ഇത് കേട്ട് ലക്ഷ്മണൻ ചിരിച്ചു. അപ്പോൾ ശ്രീരാമനും സീതാമാതാവും ഇല്ലാത്ത വസ്തു നിനക്ക് വേണ്ട അല്ലേ? അല്ല, നിന്റെ ഉള്ളിലുണ്ടോ ശ്രീരാമനും സീതാമാതാവും? ഹനുമാൻ ഇത് കേട്ട് പുഞ്ചിരിച്ച് പറഞ്ഞു, ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിലുമുണ്ട് ശ്രീരാമനും സീതാമാതാവും. ഇത് പറഞ്ഞിട്ട് ഹനുമാൻ എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ മാറ് പിളർന്ന് കാണിച്ചു കൊടുത്തു. ആശ്ചര്യമെന്ന് പറയട്ടെ, അതിലെന്താ കണ്ടത്? ശ്രീരാമനും സീതാമാതാവിനെയും ആണ് ആ മാറ് പിളർന്നപ്പോൾ കാണുന്നത്. ഇത് കണ്ട് ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ പോലെ ഒരു ഭക്തനാണ് ഹനുമാൻ. ഇത് കണ്ടുകൊണ്ട് ലക്ഷ്മണനും സദസ്സിലുള്ള എല്ലാവരും കൂപ്പുകൈയോടെ മാപ്പ് ചോദിച്ചു. ആരോട്? ഹനുമാനോട്. അപ്പോൾ കൂട്ടുകാരെ, ഭക്തി എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളും എന്നും ഹനുമാൻ സ്വാമിയെ ഭക്തിയോടെ പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. പിബരേ രാമരസം
രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 ദശരഥനന്ദന രാം 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 ദശമുഖമർദ്ദന രാം 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 ദശരഥനന്ദന രാം 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 ദശമുഖമർദ്ദന രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 പശുപതിരഞ്ജന രാം 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 പാപവിമോചന രാം 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 പശുപതിരഞ്ജന രാം 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 പാപവിമോചന രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 അനാഥരക്ഷക രാം 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 ആപദ്ബാന്ധവ രാം 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 അനാഥരക്ഷക രാം 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 ആപദ്ബാന്ധവ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 മൈഥിലിനാഥ രാം 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 മാരുതിവന്ദിത രാം 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 മൈഥിലിനാഥ രാം 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 മാരുതിവന്ദിത രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 പിബരേ രാമരസം പിബരേ രാമരസം